നമസ്കാരം. സംസ്ഥാനത്ത് എങ്ങനെയൊക്കെ വെട്ടിപ്പും തട്ടിപ്പും നടത്താമെന്നതിൽ മത്സരിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും. കോൺഗ്രസ് ഒന്നയയുമ്പോൾ പുതിയ തട്ടിപ്പുമായി ബി ജെ പി രംഗത്ത് വരും. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചക്കരക്കല്ലിലെ കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോടികളുടെ തിരിമറി നടന്നതായി കണ്ടെത്തിയതോടെ നിക്ഷേപകർ ആശങ്കയിലായി എന്നുള്ള വാർത്ത വന്നത് ഈ കഴിഞ്ഞയാഴ്ചയാണ്. കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ തട്ടിപ്പ് വെളിയിൽ വന്നു. അതിന് ചൂടാറും മുമ്പ് ബി ജെ പി RSS നടത്തിയ മറ്റൊരു തട്ടിപ്പ് കൂടി വെളിയിൽ വന്നിരിക്കുകയാണ്. RSSും ബി ജെ പിയും നേതൃത്വം നൽകുന്ന വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൽ കോടികളുടെ തിരിമറി നടന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പണം തിരികെ ലഭിക്കുമോ എന്നുള്ള ആശങ്കയിൽ നിക്ഷേപകർ പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. നിക്ഷേപകരുടെ 54 കോടിയോളം രൂപ ബി ജെ പി RSS പ്രവർത്തകർ തട്ടിയെടുത്തു എന്നാണ് പ്രാഥമിക നിഗമനം. RSSും ബി ജെ പിയും നേതൃത്വം നൽകുന്നതാണ് വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘം. ബാങ്കിൽ വലിയ തട്ടിപ്പ് നടന്നു എന്ന പരാതി കൂടി വെളിയിൽ വന്നു. മുതലും പലിശയും ലഭിക്കാതായതോടെ നിക്ഷേപകർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘം പ്രസിഡന്റ് വള്ളക്കടവ് പൊന്നാറ നഗറിൽ വിജയകുമാർ, ബ്രാഞ്ച് മാനേജർ ഗോപകുമാർ, സെക്രട്ടറി ശ്രീകല എന്നിവരെയാണ് വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ റിമാൻഡ് ചെയ്തു. ഇഞ്ചക്കൽ, നെടുമങ്ങാട്, നേമം എന്നിവിടങ്ങളിൽ സംഘത്തിന് ബ്രാഞ്ചുകളുണ്ട്. 7 മാസം മുമ്പ് ഇഞ്ചക്കലിലെ പ്രധാന ഓഫീസിൽ നിക്ഷേപകർ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചിരുന്നു. ബി ജെ പിയുടെ സഹകാർ ഭാരതി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പിടിയിലായ വിജയകുമാർ. ഒരു ബി ജെ പി കൗൺസിലറുടെ നേതൃത്വത്തിൽ സംഘത്തിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ പലരുടെയും പേരിലായി വായ്പ എടുത്തുവെന്നും തിരിച്ചടച്ചിട്ടില്ലെന്നും നിക്ഷേപകർ പറയുന്നു. അപേക്ഷകരുടെ രേഖകൾ ഉപയോഗിച്ച് ഭരണസമിതി അംഗങ്ങൾ തന്നെ വായ്പ തരപ്പെടുത്തിയതായും പരാതിയുണ്ട്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള പല സ്ഥാപനങ്ങളിലും തട്ടിപ്പ് നടന്നുള്ള വാർത്തകൾ അടിക്കടി പുറത്തു വരാറുണ്ട്. മുളന്തുരുത്തി സഹകരണ ബാങ്കിൽ കോൺഗ്രസ് നേതാക്കൾ കോടികളുടെ വായ്പ തട്ടിപ്പ് നടത്തിയ സംഭവവും ഈ ഡിസംബറിൽ തന്നെ പുറത്തു വന്ന വാർത്തയാണ്. KPCC ഭാരവാഹിയുടെ നേതൃത്വത്തിലുള്ള പുൽപ്പള്ളി സഹകരണ ബാങ്കിലെ അഴിമതി കോൺഗ്രസിന് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കിയ ഒന്നായിരുന്നു. 97 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് സംഘത്തിലെ UDF ഭരണസമിതിയെ പിരിച്ചുവിട്ടിരുന്നു. ബി ജെ പിയുടെ കുഴൽപ്പണ കേസ് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിവിടെ പ്രസക്തമല്ല, കാരണം വീണ്ടും ഒരു വാർത്തയും കൂടി വന്നിരിക്കുകയാണ്. 1 വർഷത്തിനുള്ളിൽ തന്നെ ഇനിയും പറയാതെയും പറഞ്ഞും അറിഞ്ഞും അറിയാതെയും എത്രയോ കേസുകൾ കോൺഗ്രസിനും ബി ജെ പിക്കും എതിരെ പുറത്തു വന്നു. എന്നിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ നടക്കാൻ ഇവരെയൊക്കെ കൊണ്ടല്ലാതെ ആരെ കൊണ്ട് കഴിയും?